2026 ജൂൺ 12 അങ്ങനെ മറ്റൊരു ഫിഫ വേൾഡ് കപ്പിന് തിരശ്ശീല ഉയരുകയാണ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫുട്ബോൾ എന്ന ഗെയിമിൻ്റെ ലോകകപ്പ് മത്സരങ്ങൾ മാത്രം. എന്നാൽ ഫുട്ബോൾ എന്ന ഗെയിമിനെ ഒരു മതമായും അത് മനോഹരമായി കളിക്കുന്ന താരങ്ങളെ ദൈവങ്ങളായും ആരാധിക്കുന്ന ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്ക് അത് 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന അവരുടെ മഹോത്സവം തന്നെയാണ്. അപ്പോൾ സൈഡ് ലൈറ്റ്സിൻ്റെ 35ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണോ? എങ്കിൽ ഈ എപ്പിസോഡ് മിസ് ചെയ്യരുത് കേട്ടോ. ഒരു ലോകകപ്പ് ഫുട്ബോൾ എന്നാൽ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ ഈ എപ്പിസോഡ് മുഴുവനായി കണ്ടതിന് ശേഷം ആ ധാരണ തീർച്ചയായും മാറും, ഉറപ്പ്. മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വിമാനത്താവളങ്ങളിൽ തന്നെ തുടങ്ങുന്നു ആരാധക കൂട്ടത്തിന്റെ ആവേശം. ആയിരക്കണക്കിന് പേരെ ഉൾക്കൊള്ളാനാവുന്ന പടുകൂറ്റൻ സ്റ്റേഡിയങ്ങൾ, മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ മാത്രമല്ല അതിനു പുറത്തും മറ്റു പൊതുസ്ഥലങ്ങളിലും ഉത്സവ തിമിർപ്പോടെ നടക്കുന്ന ആരാധക കൂട്ടങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല അതല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാ കായിക രൂപങ്ങൾ സ്റ്റേഡിയത്തിന് പുറത്തും മറ്റു പൊതുസ്ഥലങ്ങളിലും. തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് ഗാലറികളിൽ ആർത്തിരമ്പുന്ന വൻ പുരുഷാരം. മത്സരങ്ങൾ ഓരോന്നും തുടങ്ങുന്നതിന് മുൻപുള്ള വമ്പൻ ബിൽഡപ്പ്. ഓരോ മത്സരങ്ങൾക്ക് മുൻപും ആതിഥേയ രാജ്യത്തിന് പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള കിടിലൻ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്. കാണികളുടെ ആകാംക്ഷക്കെടുവിൽ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ടണലിലൂടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വോത്തര താരങ്ങളുടെ മാസ് എൻട്രി. അവരെ കരഘോഷത്തോടുകൂടി വരവേൽക്കുന്ന ഫാൻസിന്റെ ആർപ്പുവിളി. കരുത്തിലൂടെയും വേഗതയിലൂടെയും പന്തടക്കത്തിലൂടെയും കാണികളുടെ മനം കവരുന്ന മാസ്മരിക പ്രകടനം കാഴ്ചവെക്കുന്ന വിവിധ രാജ്യങ്ങളിലെ ടീമുകൾ.
ലോകോത്തര താരങ്ങൾ തങ്ങളുടെ മഹത്വത്തിന് അടിവരയിടുന്ന രീതിയിൽ നേടുന്ന ഉജ്ജ്വല ഗോളുകൾ. ഗോൾ ആഘോഷങ്ങൾ. വമ്പൻ ടീമുകൾക്ക് മേൽ അട്ടിമറി വിജയം നേടുന്ന പിൻനിര ടീമുകൾ. അസാധ്യമെന്ന് കരുതി നേടിയ ആ വിജയത്തിലെ അവരുടെ ആഹ്ലാദാരവങ്ങൾ. പുതിയ സൂപ്പർ സ്റ്റാറുകളുടെ ഉദയങ്ങൾ. ഇതിഹാസ താരങ്ങളുടെ കളിക്കളത്തിലെ സാന്നിധ്യങ്ങൾ. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ മത്സരം എന്നാൽ വെറും 2 ടീമുകൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല. അത് വർണ്ണാഭമാണ്, ആഘോഷമാണ്, ആവേശമാണ്. ഫുട്ബോൾ പ്രേമികൾക്ക് അതൊരു കുംഭമേള തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണോ അല്ലയോ എന്നൊന്നും നോക്കണ്ട. ഈ ലോകകപ്പിലെ ഓരോ മത്സരവും ഒന്നുപോലും മിസ് ചെയ്യാതെ കാണുക. ഓരോ മത്സരങ്ങളും ചിമ്മാതെ ഒറ്റയടിക്ക് കാണുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള 100ഓളം ടെൻഷനുകൾ നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഇറക്കി വെക്കാൻ സാധിക്കും. ഇനി ഈ ലോകകപ്പ് അല്ലെങ്കിൽ ഇതിനു ശേഷം 4 വർഷം കൂടുമ്പോൾ വരുന്ന ഏതെങ്കിലും ഒരു ലോകകപ്പ് അത് നടക്കുന്ന രാജ്യത്ത് നേരിൽ പോയി കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും നൽകുക. അതുറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം ആൻഡ് ബൈ ബൈ.